ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഷിലു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഈദിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിന് മുമ്പേ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദൊക്കെ കഴിഞ്ഞു എന്നിട്ടാണ് വിഷ് ചെയ്യുന്നത്, സോറി. അപ്പം ഞാൻ കുറച്ച് ലേറ്റായി വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ. ഇൻട്രോ എടുക്കാൻ കുറച്ച് മടിയായിട്ടിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ലേറ്റായത്. ഏതായാലും നമുക്ക് വീഡിയോ കണ്ടുനോക്കാം. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്ന് അങ്ങനെ ലാസ്റ്റ് നോമ്പായിരുന്നു. 29 നോമ്പ് കിട്ടി നമുക്ക്. അങ്ങനെ നോമ്പ് തുറന്ന് മാസം കണ്ട് പെരുന്നാളാണെന്നറിഞ്ഞ് നമ്മൾ കുറച്ച് പടക്കം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അതൊക്കെ പൊട്ടിച്ചു. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവരുടെ കളിയും ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമല്ലേ, പെരുന്നാൾ തലേന്ന് ആ ഒച്ചയും ബഹളവും ഒക്കെ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കിച്ചണിൽ അന്നൊക്കെയുള്ള ജ്യൂസ് നമ്മൾ തലേന്ന് തന്നെ രാത്രി നമ്മൾ എന്താ പറയുക കുറച്ച് തിക്കായിട്ട് അടിച്ച് വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം പണി ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിച്ച് വെച്ച് റെഡിയാക്കി ബിരിയാണീൻ്റെ മസാല അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നമുക്ക് രാവിലെ ചോറ് ഊറ്റിയിടാനുള്ള പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ സമയം ഒരുപാടായിട്ടുണ്ട്. മക്കളൊക്കെ ഉറങ്ങി, ഞാനും അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട്. ഓന് പനിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം 11:45 ഈ ടൈമിലാണ് നമ്മൾ കിച്ചണിൽ നിന്നൊക്കെ പോന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് നേരം കുറേ ആയിട്ടോ, 12:30 1 മണി. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് ഏതായാലും 1 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ വെളുപ്പിന് കിച്ചണിക്ക് തന്നെ വന്നു. അപ്പം ബീഫ് ഇതാ റെഡി ആയിട്ടുണ്ട്. തലേന്ന് വേവിച്ച് വെച്ചതേനു. പിന്നെ അത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കാണ്ടേനു കേട്ടോ, മസാലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വല്ലാതെ നമ്മൾ തലേ ദിവസം തന്നെ ഒക്കെ ഒരുക്കി വെച്ചുകൊണ്ട് പിറ്റേ ദിവസം വലിയ പണിയൊന്നും ഉണ്ടാവലില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് വെറുംചോറ് വെക്കുന്നുണ്ട്. പാക്ക് വെറുംചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെറുംചോറ് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ബിരിയാണിക്കുള്ള ചോറ് തിളപ്പിച്ചൂറ്റിയിടുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് നമ്മൾ ചെയ്തു. ബാക്കിയുള്ള പണികളും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒക്കെ ചെയ്തു. അടിച്ചുവാരലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഉണർന്നു, അവരെ നോക്കി, അവർക്ക് ചായയും വെള്ളവും ഒക്കെ കൊടുത്തു, കുളിപ്പിച്ചു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലും കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടില്ല. എല്ലായിടത്തേക്കും ഒരുമിച്ച് കഴിയത്തില്ല ഫോണും കൊണ്ട് നടക്കലൊന്നും. അപ്പം അങ്ങനെ ഉള്ളതൊക്കെ കുറച്ചൊക്കെ മാക്സിമം ഞാൻ ആഡാക്കിയിട്ടുണ്ട്. അപ്പം ഈ വീടും പരിസരമൊന്നും നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിലും കാര്യങ്ങളിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഇക്കാടെ വീടാണ്. ഞങ്ങൾ പെരുന്നാളിന് ഒരു 1 വീക്ക് മുമ്പ് വന്നതാണ് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബിരിയാണിയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ബിരിയാണിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ ബാക്കിയുള്ള പണികൾ നമ്മളൊക്കെ കഴിച്ച് ഒക്കെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ റെഡിയായി. കുട്ടികളെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇളച്ചൻ്റെ മോനാണ് ആദു. അവനക്ക് 1.5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും കൂട്ടത്തിൽ കഴിക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാട്ടോ കസിൻസൊക്കെ വന്നത്. അപ്പം അവർക്ക് വെള്ളം കൊടുക്കലും ഇതൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് ബിസി ആയി പോയി ആ ടൈമിൽ. ഇത് പിന്നെ നമ്മൾ നൈബേഴ്സിൻ്റെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അതിൻ്റെ നാത്തൂനാണ്, ഓളും വന്നു. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപ്പിയമ്മയും വന്നു, മീനും വന്നു. പിന്നെ ഇളച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓളെ വീട്ടിൽ നിന്ന് ഓളെ ഉപ്പിയമ്മയും താത്തയും ഓലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരുമിച്ചാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്.
പിന്നെ ഈ ഈദ് ഒരു സ്പെഷ്യൽ ഈദായിരുന്നു കേട്ടോ. കാരണം യാമിൻ്റെ ഫസ്റ്റ് ഈദാണിത്. പിന്നെ അന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ഇതിന് സംഭവിക്കലില്ല. എന്താ, ഞങ്ങൾ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോവലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവിടെ ആകുമ്പോൾ ഒന്നാമത് കുറച്ച് ദൂരം പോകണം അങ്ങോട്ട്. പിന്നെ വണ്ടി കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ചൂടും വെയിലൊക്കെ അല്ലേ, കുട്ടികളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത വീട്ടിലേക്കൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നു നമ്മൾ എൻ്റെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് പിന്നെ മീനുവിനെ കൊണ്ടുപോകാൻ ഓളെ വീട്ടിൽ നിന്ന് വന്നു. അങ്ങനെ ഓള് പോയി. അങ്ങനെ പിന്നെ നമ്മൾ മാത്രമായി. വീട്ടിലുള്ള ഫുഡ് ഇതൊക്കെയായിരുന്നു. മന്തിയും അൽഫാമായിരുന്നു അവിടുത്തെ ഫുഡ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീമായിട്ടൊരു വലിയ ബോക്സ് ഉണ്ടായിരുന്നു. കസിൻസൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുന്നതാണ്. അപ്പോൾ ഒരുപാട് ബാലൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നോമ്പ് തുടങ്ങിയിട്ട് ഐസ്ക്രീം കഴിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു കൊതി ഉണ്ടായിരുന്നു കേട്ടോ, ആക്രാന്തം ഉണ്ടായിരുന്നു അത് കഴിക്കാൻ. അങ്ങനെ 2-3-4 വട്ടം ഞാൻ എടുത്ത് കഴിച്ചു. ബൗള് നിറച്ചെടുക്കും. അങ്ങനെ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.